നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗംഗാസ്നാനത്തിന് ശേഷം മോദി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ ഗംഗാസ്നാനവും കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനവും നടത്തിയ ശേഷം രാവിലെ 11:40 പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കുക. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഇന്നലെ വൈകിട്ട് വാരണാസിയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. പത്രിക സമർപ്പിക്കാനായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ എന്നിവർ മോദിക്കൊപ്പമുണ്ടാകും. പത്രികാ സമർപ്പണം വൻ ആഘോഷമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വാരണാസിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജൂൺ 1 7ാം ഘട്ടത്തിലാണ് വാരണാസിയിൽ വോട്ടെടുപ്പ്. നടൻ MC ചാക്കോ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണം. പതിറ്റാണ്ടുകളോളം നാടകരംഗത്ത് സജീവമായിരുന്നു. സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1977 ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ പുണ്യതീർത്ഥം തേടിയെന്ന നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് 30ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലായി 7000-ലേറെ വേദികളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന് വാഴ്വേമായം, പെരുന്തച്ചൻ, ആരും കൊതിക്കുന്ന മണ്ണ് തുടങ്ങിയ ചാക്കോ അഭിനയിച്ച ശ്രദ്ധേയ ചിത്രങ്ങളാണ്. 2007 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി. കാഴ്ച, അമൃതം, പകൽ, പളുങ്ക്, മധുചന്ദ്രലേഖ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിൽ നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവങ്കൻ അന്തരിച്ചു. കുളപ്പള്ളി ചുവന്ന ഗേറ്റിൽ ടാങ്കർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മരണം. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ IPT കോളേജ് ജംഗ്ഷന് സമീപം എതിരെ വന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. മരിച്ച രതീഷ് നാടൻപാട്ട് കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ്. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മന്ത്രി KN ബാലഗോപാൽ ആശുപത്രിയിൽ. ധനമന്ത്രി KN ബാലഗോപാലിനെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ചികിത്സയ്ക്കായാണ് മന്ത്രിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്കിന് വിധേയനാക്കി. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മന്ത്രിക്ക് ഉടൻ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ. ആംബുലൻസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കത്തി, രോഗി പൊള്ളലേറ്റ് മരിച്ചു. കോഴിക്കോട് നഗരത്തിൽ രോഗിയുമായി പോയ ആംബുലൻസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കത്തി. വാഹനത്തിലുണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന 3 ജീവനക്കാർ റോഡിലേക്ക് തെറിച്ചു വീണു. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ആംബുലൻസിൽ കുടുങ്ങിപ്പോയ സുലോചനയെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ 3:30 ദാരുണ സംഭവം നടന്നത്. മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്കായി സുലോചനയെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് സംഭവം. സമീപത്തെ കടയിലേക്കും തീ പടർന്നു. കനത്ത മഴയും അപകടത്തിന് കാരണമായി.